ചെടി നടാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു പണിയാട്ടോ. ഇന്ന് എന്തായാലും അതിന് വേണ്ടി ഇറങ്ങിയേക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെടി മേടിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒപ്പം തന്നെ ഒരു 2-3 പോട്ടും കൂടെ മേടിച്ചാണ് കേട്ടോ, വൈറ്റ് പോട്ട്. അപ്പം അതിനകത്ത് ഈ സ്പൈഡർ പ്ലാന്റ് കുറേ ഇങ്ങനെ വേരായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചെടികൾ പറിച്ച് മാറ്റി നടാനുള്ളത് കണ്ടോ, നിറച്ചുണ്ട്. അപ്പോൾ അതൊരു 2-3 പോട്ടാട്ടോ മേടിച്ചോളൂ. ചെറിയ ക്യൂട്ട് പോട്ട്, നല്ല രസമാണ് കേട്ടോ വൈറ്റ് പോട്ട് ഇങ്ങനെ കാണാൻ. അപ്പോൾ അതിനകത്തേക്ക് 3 എണ്ണം നല്ല അത്യാവശ്യം വലുപ്പമുള്ള 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു മത്തങ്ങ വേണമെന്ന് പറഞ്ഞപ്പം ഇച്ചൂട്ടും കഴിഞ്ഞ ദിവസം ഒന്നും വീട്ടിലില്ലായിരുന്നു കേട്ടോ. മത്തങ്ങ പറിച്ചപ്പം അപ്പോഴൊക്കെ ഇച്ചൂട്ടിന് ഭയങ്കര പരാതിയായിരുന്നു. എന്നാൽ പരാതി തീർത്തേക്കാന്ന് വെച്ച് ഇച്ചൂട്ടിനെയും കൂട്ടി പോയിട്ട് മത്തങ്ങ പറിച്ചു കേട്ടോ. നമ്മുടെ മത്തങ്ങ എല്ലാം കുഞ്ഞാട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ വളമൊന്നും ഇടാതെ ഉണ്ടാക്കുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് അതിനുണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊരെണ്ണം പറിച്ചു. അതിന് ശേഷം ഞങ്ങൾക്ക് ചെറിയ ചെറിയ പരിപാടികൾ പെൻഡിങ് കിടക്കുന്നുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇന്ന് തീർക്കാമെന്ന് വിചാരിച്ചപ്പം കുറച്ച് മണ്ണിന് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ തൊട്ടപ്പുറത്തൊരു വീട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ JCB പണിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഏട്ടായി പോയി അതിൻ്റെ തുമ്പിക്കൈക്ക് കോരി ഒരു 5-6 കൊട്ട മണ്ണ്, 5-7 കൊട്ട മണ്ണോളം കോരി ഇട്ട് തന്നു കേട്ടോ. ആ ചേട്ടൻ ഒരു പാവം ചേട്ടനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കോരി ഇട്ട് തന്നു. അതുകൊണ്ട് ഇനി അവിടെ പോയി മണ്ണ് കോരി എടുക്കേണ്ട താമസമൊന്നും വന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ പോർഷനിൽ കുറച്ച് ഞാൻ മിറ്റിലിടാം അല്ലെങ്കിൽ എന്തെങ്കിലും പെബിൾസ് ഇടാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് അതിൻ്റെ മുകളിൽ പോട്ടിലാക്കിയിട്ട് എന്തെങ്കിലും ചെടി വെക്കാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. പക്ഷേ അത് നടന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഐഡിയ പ്ലാൻ മാറി അവിടെ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ അടിയിലുണ്ടല്ലോ കുറച്ച് നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മണ്ണ് നിറച്ച് അതിൻ്റെ മുകളിൽ ഇത് നമ്മൾ ആദ്യം പെബിൾസ് ഇട്ടിട്ടോട്ട് ചെടി വെക്കണം. കാരണം ചെടി വെച്ചിട്ട് പെബിൾസ് ഇടാൻ പോയി കഴിഞ്ഞാൽ ചെടിയുടെ മുകളിലേക്ക് പെബിൾസ് വീണ് ആകെ നാശമാകും. അപ്പം നമ്മളിത് ചെയ്യുന്നത് മറ്റേ ആ സ്പൈഡർ പ്ലാന്റിൻ്റെ ബാക്കി കൊണ്ടാട്ടോ. അത് കുറച്ച് മതി, അത് ഒരുപാട് ഇങ്ങനെ സ്പ്ലിറ്റായി വരും. സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വേര് എവിടെയെങ്കിലും ഒന്ന് മണ്ണെന്ന് എഴുതി കാണിച്ചവിടുത്ത് തട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ ഞങ്ങളത് റീപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആദ്യം നട്ട ആ പ്ലാന്റിൻ്റെ അടിയിൽക്കട മൊത്തം വേരല്ല കിഴങ്ങുണ്ടായേക്കണം കേട്ടോ. നമ്മുടെ ചതാവരി കിഴങ്ങ് പോലെ നിറച്ച് കിഴങ്ങ്. ഞാൻ ആദ്യമായിട്ടോട്ട് ഇത് കാണണേ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവുന്നതായിരിക്കില്ല, ഈ കിഴങ്ങ് നട്ടാൽ പിടിക്കുമായിരിക്കും, അറിയില്ല. എന്തായാലും നമ്മളതൊക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് വേറൊരു പോട്ടിനകത്തേക്ക് ആക്കിയിട്ടോ. ഇതിങ്ങനെ അടിപൊളിയായിട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ വൈറ്റ് പോട്ടുകളൊക്കെ ഇങ്ങനെ വെച്ചപ്പം. പിന്നെ നമ്മൾ ആ നട്ട ചെടിക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ഫ്രണ്ടിൽ ചെറിയ പോർഷനിലൊക്കെ നമുക്ക് പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ആ മണ്ണിൻ്റെ പണിയെടുത്ത് JCB കൊണ്ട് പണിയിച്ചപ്പം നല്ല രീതിക്ക് നമ്മുടെ വൈറ്റ് ഭിത്തി കുറച്ച് കുളമായിട്ടുണ്ട്. അപ്പം നമ്മുടെ മതിൽ പണിയുമ്പം ആ കൂട്ടത്തിൽ ഇവിടെയൊക്കെ പെയിൻറ്റ് അടിച്ച് വിടാമെന്നോർത്ത് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ അത്തച്ചൻ കുറച്ച് ചേമ്പ് പറിച്ചു കേട്ടോ. 8 കിലോ ചേമ്പ് ആദ്യം